5 സുന്ദരികൾ. എല്ലാ ദിവസവും രാത്രി 9:30 നമ്മുടെ സ്വന്തം സൂര്യ TV. വാ വാ, എന്നാ കഴിക്കണ ചക്കരെ, മുഴുവൻ കഴിക്കണേ. ദേ ഇത് മുഴുവൻ കഴിച്ചാലേ മുത്തശ്ശിയെ മോനെ അച്ഛന്റെ അമ്മയുടെ അടുത്ത് കൊണ്ടുപോവാ. വാ വാ, ഇത് കഴിക്ക്. വാ. ആ മക്കളെ, എന്താ ഇതവിടെ പോയിരുന്ന് കഴിച്ചോ കേട്ടാ. മുഴുവനും കഴിക്കണേ. മുറി പോയിരുന്ന് കളിച്ചാ മതി കേട്ടാ. ദേ ശ്യാമമോളായിട്ട് വഴക്കുണ്ടാക്കരുതേ. സുകുമാരിയാണല്ലോ. എന്താ സുകുമാരി? ഇവിടെ വേറെ ആരും ഇല്ലേ ഭാനുമ്മേ? ആരെയും വിളിച്ചിട്ട് കിട്ടുന്നുമില്ലല്ലോ. സുശീലേച്ചി അനുപമയും പാർട്ടി ഓഫീസിലേക്ക് വരുമെന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് കണ്ടതുമില്ല. അത് അവരൊക്കെ ആശുപത്രിയിലാ സുകുമാരി. അയ്യോ, ഓ എന്തു പറ്റി? ആർക്കാ ഭാനുമ്മേ അസുഖം? സുശീലേച്ചിക്കാണോ? ആ, സുശീലയും സത്യനും പ്രതിഭയും ആശുപത്രിയിൽ അഡ്മിറ്റാ. അതെന്തു പറ്റി? 3 പേരും ഒരുമിച്ച് അഡ്മിറ്റ് ആവാൻ വല്ല ആക്സിഡന്റും ആണോ? ഓ, ആക്സിഡന്റ് ഒന്നും അല്ല, ഭക്ഷ്യവിഷബാധയാ. ഇന്നലെ അത്താഴം കഴിച്ച ശേഷം 3 പേർക്കും പെട്ടെന്ന് വയ്യാതായി. അപ്പൊ തന്നെ ആശുപത്രി കൊണ്ടുപോയതുകൊണ്ട് രക്ഷപ്പെട്ടു. എന്റെ ദൈവമേ, പുറത്തുനിന്ന് പാഴ്സലിൽ വരുത്തിയ ഭക്ഷണം വല്ലതും ആയിരിക്കും കഴിച്ചത്. അല്ലാതെ വീട്ടിലുണ്ടാക്കിയ ഭക്ഷണത്തിൽ എങ്ങനെയാ വിഷം കലരുന്നത്? ഇവിടെ ഉണ്ടാക്കിയ ആഹാരം തന്നെയാണെന്നാ സോന പറഞ്ഞത്. എങ്ങനെ സംഭവിച്ചു എന്നൊന്നും ആർക്കും ഒരു പിടിയില്ല. ആണോ? ഇത് വലിയ അതിശയം തന്നെയാണല്ലോ. അല്ല, അനുപമയുടെ അവസ്ഥ എന്താ ഭാനുമ്മേ? അവളും ആഹാരം തന്നെ ആയിരിക്കില്ലേ കഴിച്ചത്? അതെ, പക്ഷേ അനുവിനും ഇന്ദ്രനും ഒരു കുഴപ്പവും ഇല്ല. സോനയെ ശ്യാമും ആഹാരം പുറത്തുനിന്ന് കഴിച്ചു വന്നതുകൊണ്ട് അവരും രക്ഷപ്പെട്ടു. ഭാഗ്യം. ഞങ്ങളുടെ സ്ഥാനാർത്ഥിക്കൊന്നും പറ്റിയില്ലല്ലോ. മറ്റന്നാൾ നോമിനേഷൻ കൊടുക്കേണ്ടതാ. സുകുമാരി ചേച്ചിയെ പ്രസിഡന്റ് അയച്ചതായിരിക്കും അല്ലേ? അതെ, ആരെയും ഫോണിൽ കിട്ടുന്നില്ലെന്ന് പറഞ്ഞു. ഇവിടെ വന്നപ്പോ ഭാനുവമ്മേ ബാക്കി കാര്യങ്ങളൊക്കെ പറഞ്ഞത്. അവിടെ ആർക്കും വേറെ കുഴപ്പമൊന്നുമില്ലല്ലോ മോളെ? ഇല്ല ഭാനുമ്മേ, കുഴപ്പമൊന്നുമില്ല. അനു, പാർട്ടി ഓഫീസിൽ വിളിച്ച് ഇന്ന് വരാൻ പറ്റില്ല എന്ന് പറഞ്ഞേക്ക്. ചേച്ചി, അവരൊക്കെ ഹോസ്പിറ്റലിൽ കിടക്കുമ്പോ എനിക്ക് അങ്ങോട്ട് വരാൻ പറ്റില്ല. ഞാൻ കുറച്ചു കഴിഞ്ഞ് പ്രസിഡന്റിനെ വിളിച്ചു പറഞ്ഞോളാം. ചേച്ചി പോയിക്കോ. ശരി. എന്താ മോളെ, നിന്റെ ഇന്ദ്രന്റെ മുഖത്തൊരു വിഷമം? എന്തെങ്കിലും പ്രശ്നമുണ്ടോ? മോനെ വിച്ചുട്ട, വിച്ചുട്ടൻ വല്ലതും കഴിച്ചോ ഭാനുമ്മേ? ആ, പേരിന് ഇച്ചിരി കഴിച്ചു എന്ന് വേണേ പറയാ. അച്ഛനും അമ്മയും കാണാതെ വിഷമിച്ചു വെച്ചോട്ടാ. അനു, ഞാൻ ചായ എടുക്കട്ടെ? വേണ്ട ഭാനുമ്മേ, ഇപ്പൊ ഒന്നും എടുക്കണ്ട. ഇവിടെ ഉടനെ പോലീസ് വരും. പോലീസോ? എന്തിനാ? ഭക്ഷണത്തിൽ വിഷം കലർന്നത് എങ്ങനെയാണെന്ന് അന്വേഷിക്കണ്ടേ ഭാനുമ്മേ? അതിന് പോലീസ് വന്നല്ലേ പറ്റൂ.